അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന നബിയ്യനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. ഫലമ്മാ ബലഗ മഅഹു السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى. قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. فلما أسلما وتله للجبين وناديناه أن يا إبراهيم قد صدقت الرؤيا إنا كذلك نجزي المحسنين. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയോടെ ജീവിക്കാൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും മുത്തഖുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച നാം നടത്തിയ ഖുതുബ വളരെ വലിയ തോതിൽ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്. അതേ തുടർന്ന് ധാരാളം ആളുകൾ ഇബ്രാഹിം നബി തൻ്റെ മകൻ ഇസ്മായിലിനെ ബലിയറുത്ത കഥയുമായി ബന്ധപ്പെട്ട് ധാരാളം അന്വേഷണങ്ങൾ നടത്തുകയുണ്ടായി. ഇബ്രാഹിം നബി ഇസ്മായിലിനെ അറുത്തിട്ടില്ലേ, അറുക്കാൻ കൊണ്ടുപോയിട്ടില്ലേ, അറുക്കാൻ ശ്രമിച്ചിട്ടില്ലേ, അപ്പോൾ അത് ഇതിലേക്കുള്ള ഒരു സൂചനയല്ലേ, അതിന് പകരമായിട്ടല്ലേ നാം ഇപ്പോൾ മൃഗബലി നടത്തുന്നത് എന്നൊക്കെയാണ് ആളുകളുടെ സംശയം. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പണ്ട് കുറേ മുമ്പ് ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അത് വീഡിയോയിൽ ഇപ്പോഴും ലഭ്യമാണ്. പക്ഷേ ഖുതുബയിൽ അക്കാര്യം പരാമർശിക്കണം എന്ന് ചിലരൊക്കെ ആവശ്യപ്പെട്ടു. യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന ആ കഥയുടെ യാഥാർത്ഥ്യം എന്താണ് അത് സംബന്ധമായ ഖുർആൻ പറയുന്നത്? ഇപ്പോൾ ദുൽഖഅദ ദുൽഹിജ്ജ മാസങ്ങളിൽ മിക്കവാറും ഖുതുബകളിലൊക്കെ ഇതായിരിക്കും കഥ. ഇബ്രാഹിം നബി സ്വപ്നം കണ്ടു ഇസ്മായിൽ നബി അറുക്കണമെന്ന്. അങ്ങനെ സ്വപ്നത്തിൻ്റെ ഫലമായിട്ട് ഏകമകനായ ഇസ്മായിലിനെ അറുക്കാൻ വേണ്ടി മക്കയിലേക്ക് വന്നു, കത്തിക്കൊക്കെ മൂർച്ച കൂട്ടിയിട്ട്. എന്നിട്ട് ഇസ്മായിലിൻ്റെ കയ്യും പിടിച്ച് മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി അറുക്കാൻ ശ്രമിച്ചു. വളരെ ഭാവതീവ്രമായി പറയുന്നയാളും കരയും, കേൾക്കുന്ന ആളും കരയും. എന്തിനാണ് കരയുന്നതെന്ന് രണ്ടു കൂട്ടർക്കും അറിയില്ലെങ്കിൽ അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് കാലാകാലങ്ങളിലായി വർഷാവർഷം ആണ്ടറുതി പോലെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. യഥാർത്ഥത്തിൽ ഖുർആൻ അത് സംബന്ധമായിട്ട് എന്താ പറയുന്നത്? ആ പൊടിപ്പും തൊങ്ങലൊക്കെ മാറ്റിവെച്ചാൽ ഖുർആൻ അത് സംബന്ധമായി സൂറ സാഫാത്തിൽ വളരെ ദീർഘമായിട്ട് തന്നെ ഈ സംഭവം പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. ഇബ്രാഹിം നബിക്ക് മക്കളുണ്ടായിരുന്നില്ല. അദ്ദേഹം പ്രാർത്ഥിച്ചു, അള്ളാഹുവേ എനിക്കൊരു കുഞ്ഞിനെ തരണം. അങ്ങനെ ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, നല്ല വിവേകമുള്ള ഒരു കുഞ്ഞിനെ നൽകാമെന്ന് അദ്ദേഹത്തോട് നാം സുവിശേഷം അറിയിച്ചു, നല്ല സന്തോഷ വാർത്ത അറിയിച്ചു. അങ്ങനെ ഫലമ്മ ബലഗ മഅഹു السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى. അങ്ങനെ ആ കുഞ്ഞ് അത്യാവശ്യം നടക്കാനും ചില പ്രവൃത്തികളൊക്കെ ചെയ്യാനും പിതാവിനെ സഹായിക്കാനും ഒക്കെ പ്രായമായപ്പോൾ കുട്ടിയോട് പറഞ്ഞു, മോനെ എനിക്കൊരു സ്വപ്നമുണ്ട്. ഇന്നി അറാഫിൽ മനാമി, ഞാനൊരു സ്വപ്നം കാണുന്നു. അന്നി അസ്ബഹുക്ക, നിന്നെ ബലി നൽകുന്നതായിട്ട്. ഫൻദുർ മാദാ തറ, എന്താണ് നിൻ്റെ അഭിപ്രായം? നിന്നെ ബലി നൽകുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണുന്നു. ഏതൊരു പിതാവും മക്കളോട് പറയാവുന്ന അല്ലെങ്കിൽ പറയേണ്ടുന്ന ഒരു കാര്യം, എനിക്കൊരു സ്വപ്നമുണ്ട് നിന്നെ സംബന്ധിച്ച്. നിന്നെ ദൈവമാർഗത്തിൽ ബലി നൽകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് എൻ്റെ സ്വപ്നം. എന്താണ് നിൻ്റെ അഭിപ്രായം? ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഒരു പിതാവ് തൻ്റെ സ്വപ്നം മകനിൽ അടിച്ചേൽപ്പിക്കുകയല്ല, മകനുമായി കൂടിയാലോചിക്കുകയാണ് എന്നൊക്കെ അതിൻ്റെ ജനാധിപത്യ കുടുംബത്തിൽ നടക്കേണ്ടുന്ന ചർച്ചകളൊക്കെ അതിൻ്റെ മറ്റൊരു വശമാണ്. അതൊന്നും ഇപ്പം ഞാൻ ചർച്ച ചെയ്യുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്, ആലോചിക്കാവുന്നതാണ്. ഇവിടെ പിതാവ്, പ്രവാചകനായ പിതാവ് തൻ്റെ ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ തനിക്ക് ലഭിച്ച മകനോട് തൻ്റെ സ്വപ്നം പങ്കുവെക്കുന്നു. ഞാൻ നിന്നെ ബലി നൽകുന്നതായിട്ട് സ്വപ്നം. എന്താണ് ഈ ബലി? നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, കത്തിയെടുത്ത് കഴുത്തിൽ വെച്ച് അറക്കലല്ല ബലി, മറിച്ച് നിന്നെ ഞാൻ ദൈവമാർഗത്തിൽ സമർപ്പിക്കുന്നു.
നിന്നെക്കൊണ്ട് ഞാൻ മറ്റെന്തെങ്കിലും ഉദ്ദേശിക്കുന്നില്ല. നീ പണമുണ്ടാക്കി എന്നെ പോറ്റണമെന്ന്, അല്ലെങ്കിൽ വലിയ സൗകര്യങ്ങളൊക്കെ എനിക്ക് ഒരുക്കി തന്ന് എൻ്റെ അവസാന കാലത്ത് നീ എന്നെ സംരക്ഷിക്കണമെന്ന്, അതൊന്നും അല്ല എൻ്റെ സ്വപ്നം. പിന്നെയോ ഞാൻ നിന്നെ ബലി നൽകുന്നതായിട്ടാണ് സ്വപ്നം. എൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ പിന്തുടർച്ച, ഞാൻ മുന്നോട്ട് വെച്ച ഈ ആശയത്തെ ശക്തമായി ഏറ്റെടുത്ത് ഇനിയും സമൂഹത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പിൻഗാമി, അതാണ് എൻ്റെ സ്വപ്നം എന്ന് ഈ കുഞ്ഞിനോട് പറയുന്നു. അപ്പോൾ ഈ വിവേകിയായ മകനെന്ത് പറയുന്നു? യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. നിങ്ങൾ എന്താണോ നിങ്ങളോട് ദൈവത്തിൻ്റെ ശാസനയുള്ളത് അതുപോലെയൊക്കെ ചെയ്തോ. ഞാൻ നിങ്ങൾ പറയുന്നതൊക്കെ കേട്ട് അതനുസരിച്ച് ജീവിക്കുന്ന നല്ലൊരു മകനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. പാപ്പാൻ്റെ ആഗ്രഹങ്ങൾക്ക്, സ്വപ്നങ്ങൾക്ക് നിറം പകരുന്ന മകനെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഫലമ്മ അസ്ലമ എന്നിട്ട് പറയുന്നു, ഫലമ്മ അസ്ലമ, അങ്ങനെ ഇരുവരും സമർപ്പിച്ചു. എന്താണ് സ്വപ്നമെന്ന് ഈ ഒരൊറ്റ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാണ്. ഫലമ്മ അസ്ലമ, ഇരുവരും സമർപ്പിച്ചു. വതല്ലഹൂലിൽ ജബീൻ, അങ്ങനെ അവർ നെറ്റി കുത്തി സാഷ്ടാംഗം ചെയ്തു. വതല്ലഹൂലിൽ ജബീൻ, ജബീൻ എന്ന് പറഞ്ഞാൽ നെറ്റി എന്നാണ് അർത്ഥം. എന്നിട്ടാണ് കമഴ്ത്തിക്കടത്തി എന്നൊക്കെ അർത്ഥം വെക്കുന്നത്. സാഷ്ടാംഗം ചെയ്തു, ഇരുവരും നിലത്ത് നെറ്റി കുത്തി നമിച്ചു, ദൈവത്തെ പ്രകീർത്തിച്ചു. വതല്ലഹൂലിൽ ജബീൻ വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, അപ്പോൾ ആകാശത്ത് നിന്ന് ഇവിടെ വന്നു, ഖദ് സദ്ദഖ്ത റുയ, നിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. അതായത് ഈ ബലി അള്ളാഹു സ്വീകരിച്ചു. ഏത് ബലി? മകനെ നൽകിയ ബലി സ്വീകരിച്ചു. മകനെ ദൈവമാർഗത്തിൽ എന്ന് വെച്ചാൽ ഇസ്മായിലിന് പ്രവാചകത്വം നൽകിയെന്നാണ് അതിൻ്റെ അർത്ഥം. ഖദ് സദ്ദഖ്ത റുയ, നിന്റെ സ്വപ്നം സാക്ഷാത്കൃതമായിരിക്കുന്നു, ഇസ്മായിലും പ്രവാചകനാണ് നിന്നോടൊപ്പം. ഇതാണ് അതിൻ്റെ അർത്ഥം. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇങ്ങനെയാണ് നമ്മൾ പ്രതിഫലം നൽകുന്നത്. വളരെ കൃത്യമല്ലേ? അപ്പോൾ ഈ ഒരു സംഭവത്തെയാണ് ഒരു പിതാവും പുത്രനും തമ്മിലുള്ള ആദർശാത്മകമായൊരു സംവാദം, മാതൃകാപരമായൊരു സംവാദം, ആ സംവാദത്തെയാണ് ഇവർ അറക്കലും തള്ളിയിടലും. എന്നിട്ട് ഏതൊക്കെ ഉടനെ കഴുത്തിൻ്റേത് അറുക്കുപാപ്പാന്ന് നമ്മളെ വീട്ടി മുരളി പാടിയ പാട്ടുണ്ട്. അതിലെങ്ങനെയൊക്കെയാണ് കമ്മിത്തി കടത്തുന്നു, എന്നിട്ട് മണർത്തി കടത്തുന്നു, കത്തി കൊണ്ട് അറക്കാൻ നോക്കുന്നു, അറക്കാൻ കഴിയുന്നില്ല. ഒരു പാറയെ അടിച്ച് വെട്ടിയപ്പം പാറ പൊട്ടിപ്പോയി, മകൻ്റെ കഴുത്ത് അറക്കാൻ കഴിയുന്നില്ല. അപ്പം മോൻ പറയുന്നു എന്നെ മണർത്തി കടത്തിയിട്ടായിരിക്കും, കമഴ്ത്തി കടത്തണം എന്ന് പറയുന്നു. എന്നിട്ട് എമ്മാതിരി കഥകൾ, എന്തൊക്കെ കഥകൾ! പഴയ ബാറ്റൻ ബോസിൻ്റെ കുറ്റാന്വേഷണ കഥയിൽ പോലും ഇത്തരം ഭാവനകൾ ഉണ്ടാവില്ല. ഈ ഭാവനകളൊക്കെ ചേർത്ത് ഇസ്ലാമിൻ്റെതെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പറയാം നരബലി ഇല്ലാതാക്കി. ഏതെങ്കിലും കാലത്ത് ഞാൻ ഈ പുരോഹിത സമൂഹത്തോട് മുഴുവനും ചോദിക്കുന്നു, നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഏതെങ്കിലും ഒരു കാലത്ത് നരബലി അംഗീകൃതമായ ആചാരമായിട്ട്, ഏതെങ്കിലും മതം, ഏതെങ്കിലും നാഗരികത, ഏതെങ്കിലും ദർശനം നരബലി അംഗീകൃതമായ ആചാരമായിട്ട് കൊണ്ടു നടന്നതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? നരബലി, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അറുക്കുന്നത് അംഗീകൃതമായ ആചാരം, അംഗീകൃതമല്ലാത്ത ആചാരമായിട്ട് അനാചാരവും ദുരാചാരവുമായിട്ട് ആരും അറിയാതെ ദുർമന്ത്രവാദം നടത്തിയിട്ട് അറക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. അംഗീകരിക്കപ്പെട്ട ആചാരം എന്ന നിലയിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ കഴുത്തിൽ കത്തിവെച്ച് അറുക്കുന്നത് പ്രോത്സാഹിപ്പിച്ച ഏതെങ്കിലും ഒരു മതം, ഏതെങ്കിലും ഒരു ദർശനം, ഏതെങ്കിലും ഒരു നാഗരികത കാണിച്ചു തരാൻ പറ്റുമോ? അന്ധവിശ്വാസവും ദുരാചാരവും ദുർമന്ത്രവാദവും വേറെ, അതേക്കുറിച്ചല്ല നമ്മുടെ ചോദ്യം. ഈ ലോകത്ത് നിലനിൽക്കുന്നതോ പണ്ട് നിലനിന്നിട്ടുള്ളതോ ആയ ഏതെങ്കിലും ഒരു മതദർശനം, ഏതെങ്കിലും ഒരു ഈശ്വരീയ ദർശനം നരബലി ആ അർത്ഥത്തിൽ അംഗീകരിച്ചതായിട്ട് കാണിക്കാനൊക്കുമോ? ഇല്ലെങ്കിൽ അതൊരു പ്രവാചകൻ ചെയ്തു എന്ന് പറയുന്നതിൻ്റെ ന്യായം എന്താ? നരബലി ഇല്ലാതാക്കി. ഇബ്രാഹിം നബിയുടെ കാലത്ത് നരബലി ഉണ്ടായിരുന്നോ? ഇബ്രാഹിം നബിയുടെ കാലത്തിന് മുമ്പ് നരബലി ഉണ്ടായിരുന്നോ? ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കഥ കേൾക്കാം, പാലം പണിയുമ്പോൾ അതിൻ്റെ താഴെ, അതൊന്നും ഒരു മതത്തിൻ്റെയോ ദർശനത്തിൻ്റെയോ നിർദ്ദേശപ്രകാരമല്ല. അന്ധവിശ്വാസം ഉണ്ടാവും ഒരു പക്ഷേ, ഇപ്പോഴും ഇല്ലേ? 2 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ നരബലി നടന്നിട്ടില്ലേ? അതേതെങ്കിലും ഒരു മതത്തിൻ്റെതാണോ? പാലക്കാട് ഒരു പെണ്ണ് സ്വന്തം മകനെ ബലിയർത്തില്ലേ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട്? അവൾ ഇപ്പോഴും ജയിലിലല്ലേ? അത് ഏതെങ്കിലും ഒരു മതദർശനത്തിൻ്റെ കുറ്റമാണോ? അല്ലല്ലോ. അങ്ങനെയുള്ള ഏതെങ്കിലും മാനസിക രോഗികൾ ചെയ്യുന്നതോ ഏതെങ്കിലും അന്ധവിശ്വാസികൾ ചെയ്യുന്നതോ അല്ല നമ്മുടെ വിഷയം. അംഗീകരിക്കപ്പെട്ട ഏതെങ്കിലും ഒരു മതം മനുഷ്യൻ അറുത്ത് ബലി നൽകണം എന്ന് കൽപ്പിച്ചതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാനൊക്കുമോ? വെറുതെ ബടായി വിടരുത്, വെറുതെ വർത്താനം പറയരുത്. നരബലിയിൽ നിന്ന് ഇബ്രാഹിം നബി മനുഷ്യ സമൂഹത്തെ മോചിപ്പിച്ചു. ആര് നരബലി നടത്തി? എവിടെ നരബലി നടത്തി? ഏത് മതമാണ് നരബലിക്ക് ആഹ്വാനം നൽകിയിട്ടുള്ളത്? കള്ളം പറയുന്നു. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല മനുഷ്യ ചരിത്രത്തിൽ. ഒരാളും ഒരു മതവും മനുഷ്യനെ അറുത്ത് ബലി നൽകാൻ കൽപ്പിച്ചിട്ടില്ല. സതി ഉണ്ടായിരുന്നു, അത് നരബലിയല്ല. അതുപോലെ തീയിലെറിയലുണ്ടായിരുന്നു, അതൊന്നും നരബലിയല്ല. അങ്ങനെയുള്ള ആചാരങ്ങളെക്കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്, അതൊക്കെ ദുരാചാരമാണ്. മനുഷ്യനെ അറുത്ത് ബലി നൽകുക എന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ചോദ്യം. ഇല്ല എങ്കിൽ എങ്ങനെയാണ് ഇബ്രാഹിം നബി മകനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോയി എന്നിട്ട് അത് നരബലി ഇല്ലാതാക്കലാണ്? അല്ലെങ്കിൽ ഒരു സംഗതി ഇല്ലാതാക്കാൻ വേണ്ടി അക്കാര്യം ചെയ്തിട്ടാണോ? കണ്ടുപിടിക്കാൻ വേണ്ടി പ്രവാചകൻ
പിന്നെ കള്ളുകൂടി നിരോധിച്ചത് കള്ളുഷാപ്പ് ചെന്നിട്ട് ഒരു പെഗ് പിന്നെ വാങ്ങിയിട്ട് അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിരോധിച്ചത്? അങ്ങനെ ഒരു നിരോധനം ഉണ്ടോ? നിങ്ങൾ ഈ പറയുന്നതിൻ്റെ യുക്തി എന്താണ്? അടിമത്തം നിരോധിച്ചു. മുഹമ്മദ് നബിക്ക് അടിമ ഉണ്ടായിരുന്നു. ആ മുഹമ്മദ് നബി അടിമയായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. എന്നിട്ട് മുഹമ്മദ് നബി അടിമത്ത നിരോധനം പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഇമാതിരി കഥ പറയുന്ന ആൾക്കാരല്ല നിങ്ങൾ. അടിമത്തം നിരോധിക്കണമെങ്കിൽ ആദ്യം പ്രവാചകൻ അടിമയെ വേണ്ടെന്ന് വെക്കണ്ടേ? അങ്ങനെ വെക്കാത്തൊരു പ്രവാചകൻ എങ്ങനെ അടിമയെ നിരോധിച്ചു എന്ന് പറയാം? ഇമാതിരി കാര്യമല്ലേ പറയാ? അതുപോലെ ഇബ്രാഹിം നബിയെ കുട്ടിയെ അറക്കാൻ വേണ്ടി കൊണ്ടുപോയി, എന്നിട്ട് അറക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് നരബലി നിരോധിച്ചു. ഒരു തിന്മയായി കാണുകയാണ് ഒരു ദർശനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒരു തിന്മയെ തിന്മയായി കാണണം, അല്ലാതെ ആ തിന്മയുടെ കൂടെ കൂടിയിട്ട് ഇല്ലാതാക്കലല്ല. തിന്മയെ തിന്മയാണെന്ന് പറയുകയും അത് ഒഴിവാക്കേണ്ടതാണെന്ന് പറയുകയും ചെയ്യുക. ഇതാണ് ഖുർആനിൻ്റെ രീതി, ഇതാണ് വേദങ്ങളുടെ രീതി. അപ്പോൾ ഇബ്രാഹിം നബി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒന്ന് ചെയ്തതായിട്ട് ഖുർആനിലില്ല. നിങ്ങൾ കള്ളം പറയുകയാണ്, വെറുതെ കെട്ടുകഥ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയാണ്. 10 കാരണങ്ങളാൽ ഇബ്രാഹിം നബി അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല എന്ന് 10 കാരണങ്ങളാൽ നമുക്ക് തെളിയിക്കാൻ പറ്റും. 1, നരഹത്യ ഒരു കാലത്തും നിയമവിധേയമായിരുന്നില്ല. ആണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാനൊക്കില്ല. വെറുതെ വർത്താനം പറയരുത്, തെളിവ് കൊണ്ടുവരണം. 2, ഇബ്രാഹിം നബി അക്കാലത്ത് സർവാംഗീകൃതനായ പ്രവാചകനും നേതാവുമാണ്. ഇബ്രാഹിം നബി നിങ്ങൾ ഈ അറക്കാൻ വേണ്ടി കൊണ്ടുപോയി എന്ന് പറയുന്നത് ഇബ്രാഹിം നബിയുടെ അവസാന കാലം ഉണ്ടല്ലോ, ആ സമയമാകുമ്പോഴേക്ക് ഇബ്രാഹിം നബി ആ നാടല്ല ആ ഭൂഖണ്ഡമാകെയും അറിയപ്പെടുന്ന നേതാവും പ്രവാചകനുമാണ്. അങ്ങനെയുള്ള ഒരാൾ ഒരു മകനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ആരും അറിയാതെ, ഇബ്രാഹിം നബി പോകുമ്പോൾ കൂടെ 100 കണക്കിന് ആൾക്കാരുണ്ടാകും, ഒരു ശിഷ്യന്മാർ. ഇപ്പം നിങ്ങളെ ഒരു നേതാവ് പോകുമ്പോൾ, ഒരു ഉസ്താദ് പോകുമ്പോൾ, ഒരു സ്വാമി പോകുമ്പോൾ, ഒരു പൂജാരി പോകുമ്പോൾ ആ കൂട്ടത്തിൽ 10 ആളെങ്കിലും കൂടെ ഉണ്ടാവില്ലേ? എങ്കിൽ ലോകം മുഴുവനും ആദരിച്ചിരുന്ന, ജീവിതകാലത്ത് ആദരിച്ചിരുന്ന ഒരു മഹാപ്രവാചകനാണ് ഇബ്രാഹിം നബി. ഇബ്രാഹിം നബി ആരും അറിയാതെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി എന്നൊക്കെ കഥ ഉണ്ടാക്കാൻ കൊള്ളാം. അതൊന്നും അങ്ങനെയല്ല ഇബ്രാഹിം നബി. ഇബ്രാഹിം നബി പോകുന്നിടത്ത് ഇബ്രാഹിം നബിയോടൊപ്പം ജ്ഞാനം തേടി അന്വേഷികളായിട്ടുള്ള 100 കണക്കിന് ആളുകളുണ്ടാകും. എല്ലാ സമയത്തും സദാസമയത്തും ഉണ്ടാകും. അങ്ങനെയുള്ള ഇബ്രാഹിം നബി ആരും അറിയാതെ കുട്ടിയെ കൊണ്ടുപോയി എന്നിട്ട് ഇബ്ലീസിനെ എറിഞ്ഞു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. അങ്ങനെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ആളല്ല ഇബ്രാഹിം നബി. 3, ജനങ്ങൾ അക്കാര്യം സമ്മതിക്കുമായിരുന്നില്ല. ഇബ്രാഹിം നബി ആരും അറിയാതെ കൊണ്ടുപോകും. 1, ഇബ്രാഹിം നബി ചെയ്യുന്നത് പുണ്യമാണ് എന്നാണല്ലോ ഇബ്രാഹിം നബി വിചാരിക്കുന്നത്. അള്ളാഹുവിന് വേണ്ടി ബലിയറുക്കാൻ, മകനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു, അത് വലിയ പുണ്യകർമ്മമാണെന്നാണല്ലോ ഇബ്രാഹിം നബി വിചാരിക്കുന്നത്. അതാണല്ലോ നിങ്ങളുടെ കഥയിലുള്ള ഇബ്രാഹിം നബി. അങ്ങനെയാണെങ്കിൽ ഒളിച്ചു കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? ഒരു പുണ്യകർമ്മം ഒളിച്ചിട്ടാണോ ചെയ്യേണ്ടത്? ഇതാ ഞാൻ എൻ്റെ മകൻ അറക്കാൻ കൊണ്ടുപോകുന്നു എന്ന് അറിയിച്ചിട്ടല്ലേ കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോയാൽ ആരെങ്കിലും സമ്മതിക്കുമോ? അവിടെ ഒരു ഭരണ സംവിധാനം ഇല്ലേ? ഏത് കാലത്തും ഒരു ഭരണ സംവിധാനം ഇല്ലേ? നീതി നിയമ വ്യവസ്ഥയില്ലേ? സ്വന്തം മകനെ ബലിയറുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നു ഇബ്രാഹിം നബി പറഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോൾ ജനങ്ങൾ സമ്മതിക്കുമോ? ഭരണകൂടം സമ്മതിക്കുമോ? എങ്ങനെ സാധിച്ചു? 4, മക്കളാരാണ്? മക്കളിൽ മാതാപിതാക്കൾക്ക് ഉടമസ്ഥാവകാശമുണ്ടോ? ഇസ്ലാമിൻ്റെ നിയമമനുസരിച്ച് ഏതെങ്കിലും കാലത്ത്, ഏതെങ്കിലും ശരീഅത്തിൽ, മൂസാ ശരീഅത്തിൽ, ഈസാ ശരീഅത്തിൽ, മുഹമ്മദി ശരീഅത്തിൽ, മറ്റേതെങ്കിലും ശരീഅത്തിൽ മക്കൾ മാതാപിതാക്കളുടെ കമ്മോഡിറ്റിയാണ്, മക്കൾ മാതാപിതാക്കളുടെ പ്രോപ്പർട്ടിയാണ് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? വിൽക്കാൻ പറ്റുമോ നമുക്ക് മക്കളെ? വിൽക്കാൻ പറ്റില്ലെങ്കിൽ അറക്കാൻ പറ്റുമോ? ഇത് എവിടുന്ന് കൊണ്ടുവന്ന നിങ്ങളുടെ നിയമം? സ്വന്തം മക്കളെ വിൽക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അത് പ്രോപ്പർട്ടിയല്ല, അത് കമ്മോഡിറ്റിയല്ല. മക്കളെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? അത് അമാനത്താണ്. അമാനത്തെന്ന് പറഞ്ഞാൽ സൂക്ഷിപ്പ് സ്വത്ത്. നമുക്ക് കൈകാര്യം ചെയ്യാൻ ഒരവകാശമില്ല, ഒരു ഉടമസ്ഥാവകാശമില്ല. എങ്കിൽ പിന്നെ എങ്ങനെയാണ് അറക്കുക? ഒരു മകനെ പിതാവ് അറുക്കുന്നത് എങ്ങനെ? എന്ത് ന്യായത്തിൻ്റെ, ഏത് നീതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ കള്ളം പറയല്ലേ? ഇസ്ലാമിക ശരീഅത്ത് ആദ്യം മുതലൊന്ന് പഠിച്ചു നോക്കണം. പഠിച്ചാൽ നിങ്ങൾക്കിത് മനസ്സിലാകും. 5ാമത്തെ കാരണം, അള്ളാഹുവിൻ്റെ കൽപ്പനയാണെങ്കിൽ ഒരു പ്രവാചകൻ മറ്റൊരാളോട് അതേ സംബന്ധിച്ച് അഭിപ്രായം തേടാൻ പാടില്ല. അള്ളാഹു പറയുന്നു ഇങ്ങനെ ചെയ്യണമെന്ന്, എങ്കിൽ അങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിക്കാൻ പാടില്ല. പ്രവാചകന്മാർ പ്രത്യേകിച്ചും. ഇബ്രാഹിം നബി അറക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചു നോക്കുക, എങ്കിൽ മോനെ ഞാൻ നിന്നെ അറക്കണ്ടേ? അപ്പോൾ മോൻ പറയുന്നു അറക്കണ്ട. ഈ വാപ്പ എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ കൽപ്പനയാണെങ്കിൽ ഒരു പ്രവാചകനത് നടപ്പിലാക്കുകയാണ് വേണ്ടത്. പിന്നെ അഭിപ്രായം ചോദിക്കാൻ പാടില്ല. ഇവിടെ ഇബ്രാഹിം നബി അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അത് അള്ളാഹുവിൻ്റെ അങ്ങനെ ഒരു കൽപ്പന ഉണ്ടായിരുന്നില്ല എന്നാണ്, മറിച്ച് ഒരു സ്വപ്നം പങ്കുവെക്കുകയായിരുന്നു. 6ാമത്തത്, ഇത്രയും ഗൗരവതരമായ സംഗതി അള്ളാഹു പ്രവാചകന്മാർക്ക് നൽകുന്നത് ജിബ്രീൽ മുഖാന്തരമാണ്, സ്വപ്നത്തിലൂടെയല്ല ജിബ്രീൽ മുഖാന്തരമാണ് നൽകേണ്ടത്. കൽപ്പനകൾ നൽകുന്നത്, നിയമങ്ങൾ നൽകുന്നത്, ഏതെങ്കിലും ഒരു നിയമം, ഇസ്ലാമിക ശരീഅത്തിൽ ഏതെങ്കിലും ഒരു നിയമം സ്വപ്നം മുഖാന്തരം സാധിച്ചു എന്ന് പറയാൻ പറ്റും. നിങ്ങൾ ബാങ്ക് പറയും, ബാങ്കുണ്ട്, ബാങ്ക് ഇസ്ലാമിലെ നിയമമല്ല. 1. 2, ആ ബാങ്കിനെ സംബന്ധിച്ച് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട്. ഒരു സ്വപ്നം മുഖാന്തരം സ്ഥാപിച്ചിട്ടുള്ള ഒരു നിയമം പറഞ്ഞതാണ് ഇസ്ലാമിക ശരീഅത്തിൽ. മുഹമ്മദ് നബി സ്വപ്നം കണ്ടു കട്ടവൻ്റെ കൈവെട്ടണമെന്ന്. മുഹമ്മദ് നബി സ്വപ്നം കണ്ടു വ്യഭിചരിച്ചാൽ 100 അടി അടിക്കണമെന്ന്. മുഹമ്മദ് നബി സ്വപ്നം കണ്ടു ഇന്ന കുറ്റത്തിന് ഇന്ന ശിക്ഷയാണെന്ന് അങ്ങനെ പറഞ്ഞിട്ടൊരു നിയമം കാണിച്ച. ഇല്ലെങ്കിൽ ഇതെങ്ങനെ നിയമമാവും? ഇതൊരു നിയമമാണല്ലോ. അന്ത്യനാട് വരെ പോത്തിനിറക്കാനുള്ള നിയമമല്ലത്.
നിങ്ങൾ പറയുന്ന ശരീഅത്തിൽ അല്ലേ? സ്വപ്നത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒരു നിയമമുണ്ടോ ഇസ്ലാമിക ശരീഅത്തിൽ? ഇല്ലെങ്കിൽ ഇതെങ്ങനെ ഒരു നിയമമാകും? ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് ഒരു അതിര് വേണം. ഏഴാമത്തത്, വഹി ബോധതലത്തിൽ സംഭവിക്കേണ്ടതാണ്. വഹി ബോധതലത്തിൽ സംഭവിക്കേണ്ടതാണ്. ഖുർആനിലെ ഏതെങ്കിലും ഒരായത്തിൻ്റെ കഷ്ണം സ്വപ്നത്തിൽ ഇറങ്ങിയതുണ്ടോ? പറയും. നിങ്ങൾ വന്നിരുന്ന് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ 2-3 ആൾക്കാർ, എന്നിട്ട് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ പറയും ഖുർആനിലെ ഏതെങ്കിലും ഒരായത്തിൻ്റെ കഷ്ണം സ്വപ്നത്തിൽ അവതരിച്ചിട്ടുണ്ടോ? വഹി സ്വപ്നത്തിൽ അവതരിപ്പിക്കാൻ ഒക്കുമോ? സ്വപ്നം വഹീൻ്റെ ഭാഗമാണെന്നൊക്കെ പറയും. ഞാനതൊന്നുമല്ല ചോദ്യം ഇത്ര കൃത്യമാണ്. ഖുർആനിലെ അല്ലെങ്കിൽ ഒരായത്തിൻ്റെ കഷ്ണം സ്വപ്നത്തിൽ അവതരിച്ചിട്ടുണ്ടോ? അങ്ങനെ സ്വപ്നത്തിൽ അവതരിച്ച ഖുർആൻ ആയത്തുണ്ടോ? ഇല്ലെങ്കിൽ ഇതെങ്ങനെയാണ് സ്വപ്നത്തിൽ അവതരിച്ചു എന്ന് പറഞ്ഞിട്ടൊരു നിയമം, അതും സ്വന്തം മകനെ അറുക്കാനുള്ള നിയമം എങ്ങനെ സംഭവിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്? 8ാമത്തെ കാരണം, അബോധാവസ്ഥയിൽ സംഭവിക്കുന്നത് വഹിയാവുകയില്ല. ഉറക്കം എന്ന് പറയുന്ന അബോധമാണ്. അപ്പോൾ പ്രവാചകന്മാരുടെ ഉറക്കമല്ല നിങ്ങൾ പറയും. പ്രവാചകന്മാരുടെ ഉറക്കമല്ല എന്നാണ് അതിന് പറയുക. അങ്ങനെയൊന്നില്ല. ഏത് മനുഷ്യൻ്റെയും ഉറക്കം തന്നെയാണ്, അത് വഹിയാവില്ല. 9ാമത്തെ ന്യായം, ഇബ്രാഹിം നബിക്ക് മുൻപ് ലോകത്ത് നരഹത്യ ഏതെങ്കിലും ഒരു മത ആചാരത്തിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇബ്രാഹിം നബിയുടെ മുമ്പ്, അതിനുശേഷവും അതിനുശേഷമല്ല ആലോചിക്കേണ്ടത്. ഇബ്രാഹിം നബിക്ക് മുമ്പ് നരഹത്യ ഉണ്ടായിരുന്നു, അത് ഇല്ലാതാക്കാനാണെന്നല്ലേ? ഇബ്രാഹിം നബിക്ക് മുമ്പ് ഏതെങ്കിലും ഒരു മത ആചാരത്തിൻ്റെ ഭാഗമായിട്ട് അംഗീകരിക്കപ്പെട്ട മതങ്ങളിലൊന്നും നരഹത്യ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 10, സ്വപ്നം കണ്ടാൽ തന്നെ, ഇനി ഇബ്രാഹിം നബി സ്വപ്നം കണ്ടു തന്നെ വെക്കുക എങ്കിൽ, സ്വപ്നം കണ്ടാൽ ആ സ്വപ്നം കണ്ട അതേ രൂപത്തിലല്ല നടപ്പിലാക്കേണ്ടത്, വ്യാഖ്യാനാത്മകമായിട്ടാണ്. അതും ഖുർആനിൽ നിന്ന് തെളിവാണ്. ഈ 10 കാരണങ്ങളാൽ അങ്ങനെയൊന്ന് സംഭവിച്ചിട്ടില്ലെന്നും അങ്ങനെയൊന്ന് ഖുർആനിലില്ലെന്നും വ്യക്തമാണ്. എന്നിട്ട് ഇല്ലാ കഥയുണ്ടാക്കി, എന്നിട്ട് അതിൻ്റെ പിറകിൽ പോത്തിനെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് അറുക്കാൻ കൽപ്പിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഇബ്രാഹിം നബി സ്വന്തം മകനെ ബലിയെറുക്കാൻ വേണ്ടി മലമുകളിൽ കൊണ്ടുപോയിട്ടില്ല. ഇബ്രാഹിം നബി മകനെ ബലിയെറുക്കുന്നതിന് വേണ്ടി കത്തിക്ക് മൂർച്ച കൂട്ടിയിട്ടില്ല. ഇബ്രാഹിം നബി മകനെ അറുക്കുന്നതിന് പകരമായി ആട്ടിനെ അറുത്തിട്ടില്ല. ഇബ്രാഹിം നബി മകനെ അറുക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. ഖുർആനിൽ നിന്ന് നിങ്ങൾക്കത് കാണിച്ചു തരിക സാധ്യമേ അല്ല. ഇതാണ് പറയുന്നതിൻ്റെ ചുരുക്കം. ഇനി നിങ്ങൾ അംഗീകരിക്കുന്ന കിതാബുകളിലുള്ള ചില ഇബാറത്തുകൾ ഞാൻ വായിക്കാം. ആ ഇബാറത്തുകൾ എന്ത് പറയുന്നു? മറ്റൊരു കാര്യം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സൂചനയാണത്. അതായത് മകനെ നീ ദൈവമാർഗത്തിൽ സമർപ്പിക്കണം എന്നതിലേക്കുള്ള സൂചനയാണത്. എന്നിട്ട് ഇബ്നു അറബി പറയുന്നു, ഹമ്മ ഇബ്രാഹിം, പക്ഷേ ഇബ്രാഹിം വിചാരിച്ചു. ഇവിടെ നമ്മൾ പറയുന്നത് പോലെയല്ല. ഇബ്നു അറബി പറയുന്നു ഇബ്രാഹിം വിചാരിച്ചു. വഅഖ്ത, അദ്ദേഹത്തിന് പിഴച്ചുപോയി. ഹീന ലം യുഅബർ റുയ, അദ്ദേഹം സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം മനസ്സിലാക്കാതെ സ്വപ്നത്തിൽ കണ്ടപടി നടപ്പിലാക്കണമെന്ന് വിചാരിച്ചതുകൊണ്ട് ഇബ്രാഹിമിന് തെറ്റുപറ്റി. അങ്ങനെയാണ് അദ്ദേഹം അറുക്കണമെന്ന് വിചാരിച്ചത് എന്ന് ഇബ്നു അറബി പറയുന്നു. അപ്പോൾ നടക്കേണ്ടത് അറുക്കലായിരുന്നില്ല, ഒരു സ്വപ്നം ആയിരുന്നു, ആഗ്രഹമായിരുന്നു. പക്ഷേ ഇബ്രാഹിം അങ്ങനെ തന്നെ തെറ്റിദ്ധരിച്ചു, അതുകൊണ്ടാണ് അറുക്കാൻ കൊണ്ടുപോയതെന്ന് നിങ്ങൾ തന്നെ അംഗീകരിക്കുന്ന കിതാബിൽ ഇബ്നു അറബി എഴുതുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ദബൂഹ് ഇബ്നു ഇബ്രാഹിം ലൈസ അംറുല്ലാഹി വ മുറാദുഹു, ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അറുക്കാൻ കൊണ്ടുപോകുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഉദ്ദേശമോ തീരുമാനമോ ആയിരുന്നില്ല. ബൽ ഹുവ ഖത്ഉ ഇബ്രാഹിം ഫി ഫഹ്മി മുറാദില്ല, അള്ളാഹുവിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കുന്നതിൽ ഇബ്രാഹിമിന് വന്ന പാളിച്ച മാത്രമായിരുന്നു അത് എന്ന് ഇബ്നു അറബി പറയുന്നു. ഇങ്ങനെയൊക്കെ വിഷമിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ. കാര്യം പറഞ്ഞാൽ മതിയല്ലോ. എന്ത്? ഇബ്രാഹിം നബിക്ക് അറുക്കാൻ വേണ്ടി സ്വപ്നം ഉണ്ടായിരുന്നില്ല, ഇബ്രാഹിം നബി അറുക്കാൻ കൊണ്ടുപോയിരുന്നില്ല. ഖുർആനിൽ നിന്നത് വ്യക്തമല്ല. ഖുർആനിൽ നിന്നത് അങ്ങനെ ഒരു സൂചനയേ ലഭിക്കില്ല. എന്തിനാണ് ഇങ്ങനെയൊക്കെ വഷളായിട്ട് വ്യാഖ്യാനിച്ച് വഷളാകുന്നത്? ഇനി ഇബ്നു കസീർ പറയുന്നത് എന്താണ്? ഇബ്നു കസീർ പറയുന്നത് അത് ഇസ്മായിൽ നബി പോലും അല്ല എന്നാണ്. ഇബ്നു കസീർ പറയുന്നു, വഖദ് ദഹബ ജമാഅത്തുൻ മിൻ അഹ്ലിൽ ഇൽമി ഇലാ അന്ന ദബീഹ ഹുവ ഇസ്ഹാഖ്, അത് ഇസ്മായിൽ പോലെ തന്നെ ആയിരുന്നില്ല, ഇസ്ഹാഖ് ആയിരുന്നു എന്നാണ്. നമ്മൾ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഏതായാലും പറഞ്ഞു വരുന്നത്, ഇബ്രാഹിം നബിയുടെ അറിവ് സംബന്ധിച്ചൊരു വ്യക്തത ഈ പറയപ്പെട്ട കിതാബുകളിലൊന്നുമില്ല. എന്തൊക്കെയോ കഥകൾ കേട്ടെഴുതിയതാണ്. ഞാൻ ആലോചിച്ചു പോകുന്നത്, എൻ്റെ ഗുരുവായ KT അബ്ദുറഹീം റഹ്മഹുല്ലാ, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് പരക്കറിയാം. അദ്ദേഹത്തിൻ്റെ മക്കൾ ഉൾപ്പെടെ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഞാനിത് പറയുന്നത്. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഈ ഉദ്ഹിയ്യത്തിൻ്റെ മാംസം എൻ്റെ വീട്ടിലേക്ക് കൊടുത്തയക്കരുത്. അദ്ദേഹം ശാന്തപുരം മഹല്ലുകാരോട് പറഞ്ഞിട്ടുള്ള സംഗതിയാണ്, ഉദ്ഹിയ്യത്തിൻ്റെ മാംസം എൻ്റെ വീട്ടിലേക്ക് കൊടുത്തയക്കരുത്. അങ്ങനെ ആ നാട്ടിലെ ഒരു കാരണവർ KT എന്ത് ചെയ്യുമെന്നറിയാൻ വേണ്ടി ഒരു പ്രാവശ്യം ഉദ്ഹിയ്യത്തിൻ്റെ ഇറച്ചി കൊടുത്തയച്ചു. KT അത് വാങ്ങി വെച്ചിട്ട് അതിൻ്റെ പണം കൊടുത്തയച്ച് രസീത് വാങ്ങി. ഇത് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്.
എന്നോട് അദ്ദേഹം കർശനമായി പറഞ്ഞിരുന്നു, ഉദ്ഹിയ്യത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വാക്ക് പോലും ഖുത്ബയിൽ പറഞ്ഞു പോകരുത്. ഇതൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടും, ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് അറിവുണ്ടായിട്ടും, ജനങ്ങളെ പറ്റിച്ച് പാവപ്പെട്ട മൃഗങ്ങളുടെ ജീവനെടുത്ത് പുണ്യം വിചാരിച്ച് ഇല്ലാ കഥയുണ്ടാക്കി പറഞ്ഞ് നീട്ടിപ്പാടി വെറുതെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജനങ്ങളുടെ മുന്നിൽ. ഇസ്ലാം ഒരു ചോരയുടെ മതമാണ്, ഇസ്ലാം ക്രൂരതയുടെ മതമാണ്, ഇസ്ലാം ദയയില്ലാത്ത മതമാണ് എന്നൊക്കെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുകയാണ്. ദുരാചാരമാണിത്, അനാചാരമാണിത്, അന്ധവിശ്വാസമാണിത്, ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളുമായിട്ടൊരു ബന്ധവുമില്ലാത്ത. ഇനി ഹജ്ജിൻ്റെ ബലിയോ? അതും ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്. ഹജ്ജിൻ്റെ ബലിയുണ്ടല്ലോ, ഹജ്ജിന് ബലി കൊടുക്കണമെന്ന് ഖുർആനിൽ എവിടെയാണുള്ളത്? ഹജ്ജിൻ്റെ ബലിയെക്കുറിച്ച് പറഞ്ഞിടത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഒന്ന് ഹദിയ് എന്നാണ്. ഹദിയ് എന്ന വാക്കിന് ബലി എന്നർത്ഥമില്ല. രണ്ട് കഫാറത്ത് എന്ന വാക്കിനും ബലി എന്നർത്ഥമില്ല. പിന്നെ ഉള്ളത് സൗമും സദഖയുമാണ്. അതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം, അത് നോമ്പെന്നും ദാനമെന്നുമാണ് അർത്ഥം. പിന്നെ ബലി എന്നർത്ഥം നിങ്ങൾ പറയുന്ന നുസുക്ക് എന്ന പ്രയോഗത്തിന് യഥാർത്ഥത്തിൽ അറവ് എന്നല്ലല്ലോ അർത്ഥം. ഖുർആനിൽ നുസുക്കെന്നും മൻസക്കെന്നും നാസിക്കെന്നൊക്കെ പ്രയോഗങ്ങളുണ്ട്, അതിലൊന്നും അറവ് എന്നർത്ഥമില്ല. എന്ന് വെച്ചാൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് അള്ളാഹു പറഞ്ഞിട്ടുള്ള പ്രയോഗങ്ങൾ ഹദിയ് എന്നാണ്. അതിന് സമ്മാനം, ഗിഫ്റ്റ്, പാരിതോഷികം എന്നൊക്കെയാണ് അർത്ഥം. രണ്ടാമത്തത് കഫാറത്ത്, പ്രായശ്ചിത്തം. എവിടെ അറവ്? ഇല്ലാത്ത അർത്ഥം കൽപ്പിച്ച് നിങ്ങൾ ഇല്ലാത്ത ഒരാചാരം ഉണ്ടാക്കുകയാണ്. ലക്ഷക്കണക്കിന് ആടുകളെ കൊന്നൊടുക്കുന്ന ഹജ്ജിൻ്റെ ബലി എന്നത് യഥാർത്ഥത്തിൽ ഖുർആനിൻ്റെ താല്പര്യമല്ല, ഖുർആൻ കൽപ്പിച്ചതല്ല. അതിന് ഹജ്ജ് കർമ്മവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഹജ്ജിൽ വീഴ്ചകൾ സംഭവിച്ചാൽ മിൻ സിയാമിൻ ഔ സദഖത്തിൻ ഔ നുസുക്, ഖുർആൻ പറയുന്നു, വീഴ്ചകൾ സംഭവിച്ചാൽ നോമ്പെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദാനം ചെയ്യാം, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ത്യാഗപരിശ്രമങ്ങൾ, സാമൂഹ്യ സേവനങ്ങളിൽ ഏർപ്പെടാം. ഈ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നിങ്ങൾ പറയുന്ന അർത്ഥം തന്നെ വെക്കുക എങ്കിൽ തന്നെ മൂന്നാമത്തെ ഓപ്ഷനല്ലേ അറവ്? നുസുക്ക് എന്ന വാക്കിന് അറവ് തന്നെ അർത്ഥം വെക്കുക. എന്നാൽ തന്നെയും അത് മൂന്നാമത്തെ ഓപ്ഷനല്ലേ. ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? മിൻ സിയാമിൻ, നോമ്പെടുക്കാം, ഔ സ്വതക്കത്തിൻ, അല്ലെങ്കിൽ ദാനം ചെയ്യാം, സാമ്പത്തികമായ കഴിവ് ഉള്ള ആളുകൾ. ഇത് രണ്ടിനും കഴിയില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? നോമ്പെടുക്കാൻ ആരോഗ്യമില്ല, സദഖ ചെയ്യാൻ പണമില്ല, എങ്കിൽ അറവാണോ? കാരണം അറവ് പണമല്ലേ. പിന്നെന്താണ്? നിങ്ങൾക്ക് സാമൂഹ്യ സേവനം ചെയ്യാം, നുസുക്ക് ചെയ്യാം. ഈ 3 ഓപ്ഷനാണ്. ആദ്യത്തെ 2 ഓപ്ഷനെ കുറിച്ച് എവിടെയും ഒരു ഹജ്ജിൻ്റെ അമീറും പറയില്ല. അറക്കണം എന്നാ പറയുക. അറവിൻ്റെ പൈസ ആദ്യം തന്നെ വാങ്ങി വെക്കും. ഖുർആൻ പറഞ്ഞിട്ടില്ലാത്ത സംഗതികൾ ആചാരങ്ങളായി പിന്നീട് നിർബന്ധ ബാധ്യതയായിട്ട് നടപ്പിലാക്കുകയാണ് നിങ്ങൾ. ഇതൊക്കെയും ഖുർആനുമായി ബന്ധമില്ലാത്ത സംഗതിയാണ്. കഴുത്തിൽ കത്തിവെച്ച് ചോര ചീറ്റിയിട്ട് ഉള്ള ഒരേർപ്പാടും ഇസ്ലാമിലില്ല, ഒരു കാലത്തുമില്ല. ഒരു മൃഗത്തെ വേദനിപ്പിച്ചിട്ട്, ഒരു മൃഗത്തെ കൊന്നിട്ട്, ആ മൃഗത്തെ ഇല്ലാതാക്കിയിട്ട് ജീവനെടുത്തിട്ട് ഉള്ള പുണ്യം തേടുക എന്നൊരു കർമ്മം ഇസ്ലാമിലില്ല തന്നെ. കാരണം ഇസ്ലാം കാരുണ്യത്തിൻ്റെ മതമാണ്. നിങ്ങൾ പറയുന്ന മതം ഇസ്ലാമല്ല, അത് പുരോഹിത മതമാണ്, അത് യസീദിയൻ മതമാണ്, അത് ഹുസൈനെ കൊന്ന മതമാണ്, അത് ഫാത്തിമയെ കൊന്ന മതമാണ്, അത് അലിയിനെ കൊന്ന മതമാണ്, അത് റസൂലുള്ളാഹിനെ പീഡിപ്പിച്ച മതമാണ്. ആ മതത്തിൽ ഇതൊക്കെ ഉണ്ട്. ഏതുണ്ട്? അറവുണ്ട്, ബലിയുണ്ട്, ചോരയുണ്ട്, വേദനയുണ്ട്, ജീവനെടുക്കലുണ്ട്. എന്നാൽ മുഹമ്മദ് നബി പഠിപ്പിച്ച മതമുണ്ട്. ആ മതം കാരുണ്യത്തിൻ്റെതാണ്. അതിൽ അറവില്ല, അതിൽ ബലിയില്ല. അത് തീർത്തും കാരുണ്യത്തിലധിഷ്ഠിതമായ, സ്നേഹത്തിലധിഷ്ഠിതമായ ആചാരങ്ങളാലും അനുഷ്ഠാനങ്ങളാലും നിറഞ്ഞതാണ്, സമ്പന്നമായതാണ്. ഇത് മനസ്സിലാക്കണം. ഇത് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ പോത്തിറച്ചി കഴിക്കൂലെന്ന് ചോദിക്കണ്ട. തിന്നുന്നതിനെക്കുറിച്ചല്ല, തിന്നാനുള്ള അറിവിനെക്കുറിച്ചല്ല ഈ പറയുന്നത്, പുണ്യം വിചാരിച്ചറക്കുന്നതിനെ കുറിച്ചാണ്. ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കണം. നമുക്ക് സ്വർഗത്തിൽ പോകാം, നമുക്ക് ഇതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി നേടാം എന്നുദ്ദേശിച്ച് അറുക്കുന്ന പുണ്യം നേടിയുള്ള അറിവിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി. ആദരണീയരായ സഹോദരങ്ങളെ, അല്ലാഹു തആല നമ്മെ എല്ലാവരെയും മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഈ ഒരു സൂറത്തുമായി ബന്ധപ്പെട്ടാണ് ചില ആളുകളൊക്കെ വീണ്ടും സംശയം ഉന്നയിച്ചിരിക്കുന്നത്. അവിടെ ബലിയെറുക്കാൻ കൽപ്പിച്ചിട്ടില്ലേ എന്നാണ്. ഇക്കാര്യം കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു.
അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്നാ അഴത്തൈനാക്കൽ കൗസർ, നിനക്ക് നാം ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഫസല്ലി, അതുകൊണ്ട് നീ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നിസ്കരിക്കുക. സല്ലി എന്ന് പറഞ്ഞാൽ മുത്തലഖൻ പറയുകയാണെങ്കിൽ, ഇഖാമത്ത് എന്ന പദമൊന്നും ചേർക്കാതെ പറയുകയാണെങ്കിൽ പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. കാരണം ഖുർആനിൽ മുഹമ്മദ് നബിയോട് പറയുന്നുണ്ട് സല്ലി അലൈഹിം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്, നിസ്കരിക്കണം എന്നല്ല. അപ്പോൾ മുത്തലഖൻ നിരുപാധികം സല്ലി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കണം എന്ന് അർത്ഥമുള്ളൂ. അപ്പോൾ ഫസല്ലി റബ്ബിക, നിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുക. ഫസല്ലി റബ്ബിക വൻഹർ, അവിടെ വൻഹർ എന്ന് പറഞ്ഞാൽ ബലിയറുക്കണം എന്നാണ് എല്ലാ വ്യാഖ്യാതാക്കളും എഴുതാറുള്ളത്. വൻഹർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സന്തോഷപൂർവ്വം ഹൃദയപൂർവ്വം സമർപ്പിക്കണമെന്നാണ്, സന്തോഷത്തോടെ സമർപ്പിക്കണമെന്നാണ് ലഹറിൻ്റെ അർത്ഥം, അല്ലാതെ ബലിയറുക്കലല്ല. അതിന് ചില ആൾക്കാർ പറയും നെഞ്ചത്ത് കൈകെട്ടണം എന്നാണ് പറഞ്ഞത്, അങ്ങനെ പറയുന്നവരുണ്ട്. ഹൃദയപൂർവ്വം സമർപ്പിക്കണമെന്നാണ്. അത് ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് കൈവക്കലല്ല. ഹൃദയപൂർവ്വം നിങ്ങൾക്ക് എന്താണോ ഉള്ളത്, നിങ്ങൾക്ക് സ്വത്താണെങ്കിൽ സ്വത്ത്, മക്കളാണെങ്കിൽ മക്കൾ, കുടുംബമാണെങ്കിൽ കുടുംബം, നിങ്ങളുടേതെല്ലാം, നിങ്ങളുടെ സമയം, നിങ്ങളുടെ ആരോഗ്യമെല്ലാം ധർമ്മമാർഗത്തിൽ, ദൈവമാർഗത്തിൽ ഹൃദയപൂർവ്വം സന്തോഷപൂർവ്വം സമർപ്പിക്കണം. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കണം എല്ലാറ്റിനും മുകളിൽ വരേണ്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ന ഷാനി അക ഹുവൽ അബ്തർ, നിന്നെ ആക്ഷേപിക്കുകയും നിനക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ ആക്ഷേപാർഹരായിട്ടുള്ളത് എന്നാണ് ആ അധ്യായത്തിൻ്റെ അർത്ഥം. അതിനെയാണ് നീ ദൈവത്തിന് നീ നിസ്കരിക്കുകയും ബലിയെറുക്കുകയും ചെയ്യുക. എന്നിട്ട് പറഞ്ഞാൽ ഏതാണ് നിസ്കാരം? പെരുന്നാൾ നിസ്കാരം. പെരുന്നാൾ നിസ്കരിക്കണം, അതിനുശേഷം ബലിയെറുക്കണം, കഴുത്ത് ഈ പോത്തിൻ്റെ കഴുത്തിൽ കത്തിവെക്കണം എന്നാണ് ആ ആയത്തെന്നാണ്. ഈ ആയത്തിന് അങ്ങനെ ഒരു അർത്ഥമില്ല. അവിടെ പെരുന്നാൾ നിസ്കാരത്തെ സംബന്ധിച്ച് സൂചനയില്ല. പെരുന്നാൾ നിസ്കാരം നിർബന്ധമല്ല. പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇത് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ, ഫിഖഹി ഗ്രന്ഥങ്ങളിൽ എഴുതിയതല്ലേ. എന്നിട്ട് പെരുന്നാൾ നിസ്കരിച്ചിട്ട് പോയിട്ട് അറക്കണം എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥമെന്ന് ദുർവ്യാഖ്യാനം ചെയ്തിട്ട്, എന്ന് വെച്ചാൽ നിങ്ങളുണ്ടാക്കിയ മതത്തിൻ്റെ, പുരോഹിത മതത്തിൻ്റെ, മുആവിയൻ മതത്തിൻ്റെ ആചാരങ്ങൾക്ക് ഖുർആനിനെ വക്രീകരിച്ച് അർത്ഥം പറഞ്ഞ് കൂട്ടുപിടിക്കുകയാണ് നിങ്ങൾ. അല്ലാതെ ഖുർആൻ അങ്ങനെ ഒരു അർത്ഥമേ ഇല്ല. അങ്ങനെ ഒരു അർത്ഥം ആലം ദുനിയാവിൽ അറബി ഭാഷയിലുമില്ല. എന്നിട്ട് ഇല്ലാത്ത അർത്ഥം പറഞ്ഞിട്ട് ഇല്ലാത്ത ആചാരങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, സാധാരണക്കാരായ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ പോത്തിൻ്റെ പുറകെ ഓടി അതിനെ അറുത്ത് കൂലി നേടാമെന്നും സ്വർഗം നേടാമെന്നും വിചാരിക്കരുത്. നിങ്ങൾ ആ പണം പാവപ്പെട്ട നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് കൊടുക്കുക. എൻ്റെ പെരുന്നാൾ സമ്മാനമാണിത്, എൻ്റെ സമർപ്പണമാണിത് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ള പാവങ്ങളുണ്ടാവുമല്ലോ, അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക. അവർക്കൊരു ആശ്വാസമാകട്ടെ. അവർ പെരുന്നാളിന് ഡ്രസ്സ് വാങ്ങട്ടെ, അവർ പെരുന്നാളിന് നല്ല ഭക്ഷണം കഴിക്കട്ടെ, അവർ പെരുന്നാളിനൊരു ടൂറ് പോകട്ടെ. എന്നിട്ട് അവർക്ക് കൂടി സന്തോഷം, അവരുടെ കൂടി സന്തോഷം പെരുന്നാളിനുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇതാണ് നിങ്ങളുടെ ബലി. അല്ലാതെ പോത്തിനെ അറുക്കലല്ല, അതിൽ കൂടലല്ല. ഒരു കാര്യവുമില്ലാത്ത ദോഷം മാത്രം വരുത്തുന്ന സംഗതിയാണ് എന്ന് മനസ്സിലാക്കണം.